കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, അഭിഷേകം മന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവത്തിന്റെ വചനം 2 തിമോത്തിയുടെ ലേഖനം 1-ാം അധ്യായം 7 മുതലുള്ള വീരത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും അച്ചടക്കത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മുടെ കർത്താവ് നൽകിയ ആത്മാവ് ധീരതയുടെ ആത്മാവാണ്. ഭീരുത്വത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ ആത്മാവാണ്, ഭയത്തിന്റെ ആത്മാവാണ്, തിന്മയുടെ ആത്മാവാണ്, അന്ധകാരത്തിന്റെ ആത്മാവാണ്. യേശു പറയാണ്, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല നിങ്ങൾക്ക് തന്നത്. കാരണം കർത്താവിന്റെ ആത്മാവിന്റെ ഒരു പ്രത്യേകത, ഭീരുക്കളായിരുന്ന അപ്പസ്തോലന്മാരുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ധീരതയും ശക്തിയും കിട്ടിയെന്നാ തിരുവെഴുത്ത് പറയുന്നത്. അവർ ഭയവികലരായിരുന്നു, അവർ ഭയത്തോടു കൂടെ ജീവിച്ചവരായിരുന്നു, അവർ ഓടി ഒളിക്കാൻ ഇടവന്നവരായിരുന്നു. വീരപ്പെണ്ണിന്റെ മുമ്പിൽ അവിടുന്ന് തള്ളിപ്പറയാൻ ഇടവന്നവനാണ്, അറിയില്ലെന്ന് പറഞ്ഞവനാണ് പത്രോസ്. ഇവിടെ ബൈബിള് വചനത്തിൽ പറയുകയാണ്, പത്രോസിന്റെ അകത്ത്, പൗലോസിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടുന്ന് ധീരതയുണ്ടായി. തിമോത്തിയോട് പറയുകയാണ്, തിമോത്തി, ധീരതയുടെ ആത്മാവിനെയാണ് നമ്മുടെ കർത്താവ് തന്നത്. ഭീരുക്കളായി ജീവിക്കരുത്, ധീരതയോട് ജീവിക്കണം. യേശു ക്രിസ്തുവിന് വേണ്ടി എന്ത് സഹിക്കാനും ഭാഗ്യം ലഭിച്ചെങ്കിൽ നിങ്ങൾ അത് സഹിക്കാനുള്ള കൃപയ്ക്കായി കർത്താവിന്റെ കൂടെ നിന്നോണം. നമ്മളെ തള്ളിപ്പറയുന്നവരുടെ മുമ്പിലും നമ്മളെ പരിഹസിക്കുന്നവരുടെ മുമ്പിലും നെഞ്ചു ഉയർത്തി കർത്താവിന് മുമ്പിൽ തലയുയർത്തി നിന്നോണം. കാരണം നമ്മളെ കൊല്ലുന്ന ആര് നമ്മളെ കൊല്ലാനുള്ള സാധ്യതയുണ്ടെങ്കിലും, പത്രോസ് തലവറയിൽ അവനെ കൊല്ലുമെന്ന ഭയമൊന്നും പത്രോസിന്റെ ഉള്ളിലില്ലായിരുന്നു. പത്രോസ് സുഖമായിട്ട് ഉറങ്ങി. പ്രിയമുള്ളവരെ, കർത്താവിന്റെ കൂടെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ഭയമില്ല. നമ്മൾ ഭീരുക്കളല്ല, ധീരതയുള്ളവരാണ്. ഈ ധീരതയുടെ വചനവും ആത്മാവിനെയാണ് നമുക്ക് ദൈവം തന്നത്. ഈ അഭിഷേകം നിങ്ങളുടെ ഉള്ളിൽ വെളിപ്പെടണം. കാരണം മർമ്മപ്രധാനമായ ഒരു ആത്മീയ സത്യമാണ് പൗലോസ് അപ്പസ്തോലനായ തിമോത്തിയോസിനോടും കൂട്ടുകാരോടെല്ലാം പറയാൻ ഇടവന്നത്. ഇത് പറയാൻ കാരണം, ധീരതയോട് പോയി ജോലി ചെയ്യണം, ശുശ്രൂഷ ചെയ്യണം. കർത്താവിന് വേണ്ടി ഇറങ്ങിയാൽ ഭയമുണ്ടാകരുത്. മക്കളെ ഭയപ്പെടരുത്, കുടുംബത്തിലുള്ളവരെ ഭയപ്പെടരുത്, ലോകത്തിലുള്ള ആരെയും ഭയപ്പെടരുത്. ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും യേശുവിനെ രക്ഷിതാവും സ്വീകരിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ആരെയും ഭയപ്പെടരുത്. നോക്കണം യേശുവിലേക്ക്. പ്രിയമുള്ളവരെ, നിങ്ങൾ അങ്ങനെ നോക്കുന്നെങ്കിൽ അന്ത്യം വരെയും നിങ്ങളെ കാക്കുന്ന ദൈവം അവസാനം കർത്താവായ യേശു വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും. ഇതിനായിട്ടാണ് നമ്മളെ ദൈവം വിളിച്ചത്. ഈ വചന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഇത് കേട്ട് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ഭയപ്പെടാതെ കർത്താവിന്റെ കൂടെ ആയിരിക്കണം. കർത്താവ് മഹത്വം എടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.